ഹലോ, ഇന്ന് മാങ്ങ കിട്ടിയപ്പം ഒരു കടുമാങ്ങ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേണ്ടത് പഴുക്കാൻ പാകമായ മാങ്ങയില്ലേ, ആ മാങ്ങയാണ് വേണ്ടത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അത് മുങ്ങാൻ പാകത്തിന്, ഒരുപാട് വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ്, നമ്മൾ ബാലൻസ് ചെയ്യാനൊക്കെ ഇടില്ലേ, അതുപോലെ ഉപ്പിടാം. എന്നിട്ട് വേണ്ടത് നമുക്ക് അല്പം മുളക് പൊടി ചേർക്കാനാണ്. മുളക് പൊടി പറഞ്ഞാൽ ഒരുപാട് ചേർക്കണ്ട. നമ്മൾ ഈ പുളിയിഞ്ചിയൊക്കെ കൂട്ടുമ്പം ഈ എരിവ്, ഉപ്പ്, മധുരം നമുക്കൊരു ബാലൻസ് ആയി നിൽക്കൂലേ, ആ ഒരു പാകത്തിന് കിട്ടുന്ന പോലെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് വെള്ളമൊക്കെ ഒന്ന്, ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കുറുകണം, പക്ഷെ ചെറിയൊരു എമൗണ്ട് വെള്ളം നമുക്ക് വേണം ഇതിന്. ഓരോ മാങ്ങ പോലെ ഇരിക്കും കേട്ടോ, അതിങ്ങനെ അരിഞ്ഞ് പോണതൊക്കെ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഇത് നമുക്ക് എന്താ പറയുക, വല്ലാതെ പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരയുടെ എമൗണ്ട് കൂട്ടേണ്ടി വരും. അത്യാവശ്യം ചെനച്ച നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരുപാട് പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി ഇളക്കാം. പഞ്ചസാര ഇട്ട് വരുമ്പം പൊതുവെ മുളക് പൊടി ഇടുമ്പോൾ ഒരു ലൈറ്റ് റെഡൊക്കെ മാറിയിട്ട് ഒരു ഡാർക്ക് റെഡിലേക്ക് ഇതിൻ്റെ കളറ് മാറും. പിന്നെ ഒരു ഇച്ചിരി കട്ടിയും കൂടിയും, അതായത് അത് കിടന്ന് കാരമലൈസ് ആവുന്ന പോലെ ആ ഒരു ഇതില്ലേ, അതുപോലെയാവും. കണ്ടോ, ഇതിൻ്റെ കളർ ഇങ്ങനെ പതുക്കെ പതുക്കെ മാറുന്നുണ്ട്. ഒരു ഡാർക്ക് റെഡിലേക്ക് ഇതിങ്ങനെ വരും. ഇച്ചിരി കൂടെ കട്ടി കൂടിയ പോലെയും ആവും. വളരെ സിമ്പിളാണ്. മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കാം. അതിൽ ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകും ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അത് ആഡ് കഴിഞ്ഞാൽ ഡിഷ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.